Welcome to Standard 10 Mathematics class. Chapter 2 Circles, page number 56. എട്ടാമത്തെ question ആണ്. In the picture, ABCD are points on a circle centered at O. The lines AC and BD are extended to meet at P. The lines AD and BC intersect at Q. Prove that the angle which the small arc AB makes at O is the sum of the angle it makes at P and Q. അതായത് ഇവിടെ എ പി പി ബി എ സി എന്ന കോഡും ബി ഡി എന്ന കോഡും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു, പിയിൽ മീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എ ബി എന്ന ആർക്ക് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ എ ഒ ബി അത് തന്നെയാണ് ഈ എ ബി എന്ന ആർക്ക് ക്യു എന്ന പോയിൻറ്റിലും പി എന്ന പോയിൻറ്റിലും ഉണ്ടാക്കുന്ന ആംഗിൾസിൻ്റെ സം എന്ന് തെളിയിക്കണം. ഈ ആംഗിളിൻ്റെ സമ്മായിരുന്നു ഈ ആംഗിൾ എന്ന് തെളിയിക്കണം. അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് ആംഗിൾ എ ഒ ബിക്ക് 2x എന്നോ എക്സ് എന്നോ കൊടുക്കുക. ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു എക്സ് 2x. അപ്പോൾ ലെറ്റ് ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 2x. അപ്പോൾ എ ബി എന്ന ആർക്ക് സെൻട്രൽ ആംഗിളാണിത്. ഇനി എ ബി എന്ന ആർക്ക് ഓപ്പോസിറ്റ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ എ സി ബിയും ആംഗിൾ എ ഡി ബിയും. അപ്പോൾ ഈ 2xൻ്റെ ഹാഫായ എക്സ് വരും. ഇത് രണ്ടും എക്സ്. ദെർഫോർ ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു എക്സ്. തെളിയിക്കേണ്ട എന്താണ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ക്യു ബി പ്ലസ് ആംഗിൾ എ പി ബി എന്ന് തെളിയിക്കണം. ആംഗിൾ എ ക്യു ബി പ്ലസ് ആംഗിൾ എ പി ബി എന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ നോക്കാം. ക്വാഡ്രിലാറ്ററൽ ക്യു സി പി ഡി നോക്കാം. അപ്പോൾ ഇവിടെ ഈ ആംഗിളും ഇത് രണ്ട് ലീനിയർ പെയറാണ്, അതുകൊണ്ട് ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. അതുപോലെ ഇതും 180 മൈനസ് എക്സ് ആയിരിക്കും. In quadrilateral QCPD, angle QCP is equal to 180 minus x, angle QDP is equal to 180 minus x. ഒരു ക്വാഡ്രിലാറ്ററിലെ എല്ലാ ആംഗിൾസിൻ്റെയും ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെയും സം 360 ആണെന്ന് അറിയാം. ഇനി അഥവാ അറിയില്ലെങ്കിൽ തന്നെ സം ഓഫ് ഓൾ ഇൻറ്റേർണൽ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഹാവിങ് എൻ സൈഡ്സ് n-2 × 180 ആണെന്ന് നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആകുമ്പോൾ 4 സൈഡാണ്, 4 - 2 × 180. അപ്പോൾ നമുക്കിവിടെ ക്വാഡ്രിലാറ്ററൽ ക്യു സി പി ഡി നോക്കുക. ക്വാഡ്രിലാറ്ററൽ ക്യു സി പി ഡിയിൽ 4 ആംഗിൾസ്, അതായത് ആംഗിൾ ക്യു സി പി, ആംഗിൾ സി പി ഡി, ആംഗിൾ പി ഡി ക്യു, ആംഗിൾ ക്യു ഡി സി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 360 വരും. അപ്പോൾ ഇത് നോക്കുക. ആംഗിൾ ക്യു സി പി പ്ലസ് ആംഗിൾ സി പി ഡി പ്ലസ് ആംഗിൾ പി ഡി ക്യു പ്ലസ് ആംഗിൾ ഡി ക്യു സി, ഇത് ഡി ക്യു സി ആണ്. ആംഗിൾ ഡി ക്യു സി, ആംഗിൾ ഡി ക്യു സി ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ ഇവിടെ ക്യു സി പിക്ക് വരും 180 മൈനസ് എക്സ്, ആംഗിൾ സി പി ഡി പ്ലസ് പി ഡി ക്യുവിന് വരും 180 മൈനസ് എക്സ്, ആംഗിൾ ഡി ക്യു സി ഈസ് ഈക്വൽ ടു 360. 180 360 ആണ്. ഇവിടുത്തെ 360 ആയിട്ട് ക്യാൻസൽ ചെയ്യും. മൈനസ് എക്സ് മൈനസ് 2x. അപ്പോൾ അത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആംഗിൾ സി പി ഡി പ്ലസ് ആംഗിൾ ഡി ക്യു സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ക്യു സി, ആംഗിൾ ഡി ക്യു സി ഈസ് ഈക്വൽ ടു 2x. മൈനസ് എക്സ് അപ്പുറം പോകുമ്പോൾ 2x ആകുന്നു. ഇനി നമ്മൾ ഈ ക്വാഡ്രിലാറ്ററൽ നോക്കിക്കേ. ആംഗിൾ സി പി ക്യു ഡി സി നോക്കുക. ആംഗിൾ ക്യു ഡി സിയും ആംഗിൾ എ ക്യു ബിയും നോക്കുക. ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണല്ലോ. അപ്പോൾ ആംഗിൾ സി ക്യു ഡിക്ക് വരെ നമുക്ക് ആംഗിൾ എ ക്യു ബി എന്ന് എഴുതാം. ആംഗിൾ എ ക്യു ബി ആൻഡ് ആംഗിൾ സി ഡി ക്യു
ആംഗിൾ എ ക്യു ബി അല്ല. അപ്പോൾ ആംഗിൾ എ ക്യു ബിയും ആംഗിൾ ഡി ക്യു സിയും ഈക്വൽ ആംഗിൾസാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ 1 എന്ന് കൊടുത്തു. അപ്പോൾ ഈ 1-ൽ നമ്മൾ ആംഗിൾ സി പി ഡി പ്ലസ് ആംഗിൾ ഡി ക്യു സിക്ക് വരെ എന്ത് എഴുതണം? ആംഗിൾ എ ക്യു ബി ഈസ് ഈക്വൽ ടു 2x എന്ന് എഴുതുന്നു. ഇനി 2x തന്നെയാണല്ലോ ആംഗിൾ എ ഒ ബി. അപ്പോൾ നമ്മുടെ പ്രൂഫ് ആയി. കാരണം സം ഓഫ് ദി ആംഗിൾസ് അറ്റ് ക്യു ആൻഡ് പി, ക്യൂവിലും പിയിലുള്ള ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിന് തുല്യമാണെന്ന് തെളിയിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. അടുത്തത് സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ. ഇപ്പോൾ ഇവിടെ 3 സർക്കിൾസും അതിനകത്ത് ക്വാഡ്രിലാറ്ററലും വരച്ചിട്ടുണ്ട്. ആദ്യത്തെ സർക്കിൾ നോക്കുക. ആദ്യത്തെ സർക്കിൾ ക്വാഡ്രിലാറ്ററലും. ഈ സർക്കിൾ ക്വാഡ്രിലാറ്ററലിന് ABCD എന്ന പേര് കൊടുക്കാം. ABCD. ഇവിടെ ഈ ക്വാഡ്രിലാറ്ററലിന് 3 വെർട്ടക്സ് സർക്കിളിലെ ഒരു പോയിൻ്റ്. എന്നാൽ 4ാമത്തെ വെർട്ടക്സ് സർക്കിളിന് ഔട്ട്സൈഡിലാണ്. ഇവിടെ 3 വെർട്ടീസസ് ക്വാഡ്രിലാറ്ററലിലെ പോയിൻ്റാണ്. 4ാമത്തെ വെർട്ടക്സ് സർക്കിളിലെ പോയിൻറ്റ്സാണ്. 4ാമത്തെ വെർട്ടക്സായ ഡി സർക്കിളിനകത്തെ ഒരു പോയിൻ്റാണ്. ഇവിടെ 4 വെർട്ടീസസും സർക്കിളിലെ പോയിൻറ്റ്സാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വാഡ്രിലാറ്ററലിനൊരു സവിശേഷതയുണ്ട്. അതായത് ഇവിടെ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി, ഈ ഫിഗറിൻ്റെ കാര്യത്തിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ 360 ആണ്. അപ്പോൾ ഇവിടെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി 180 ആകുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സിയും 180 തന്നെ ആയിരിക്കുമല്ലോ. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടീസസ് ഒരു സർക്കിളിലെ പോയിൻറ്റ്സായിട്ട് നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പറ്റുമെങ്കിൽ, ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ 4 വെർട്ടീസസിലൂടെയും കൂടി ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടീസസിലൂടെയും കടന്നു പോകാവുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിനെയാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററിൻ്റെ 4 വെർട്ടീസസിലൂടെയും കൂടെ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. ഇനി ഈ ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ ഒരു വെർട്ടക്സ് ഔട്ട്സൈഡ് ദ സർക്കിളാണ്. അപ്പോൾ ഇവിടെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി, സർക്കിളിന് ഔട്ട്സൈഡിൽ വന്നിരിക്കുന്ന ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും തമ്മിലുള്ള സം, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ആയിരിക്കും. 180 ഡിഗ്രിയിൽ കുറവായിരിക്കും. ഇനി ഇവിടെ ഇൻസൈഡായിട്ട് വന്നിരിക്കുന്നിടത്ത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എത്രയായിരിക്കും? ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയാം. If all 4 vertices of a quadrilateral are on a circle, then its opposite angles are supplementary. അതായത് ABCD ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇത് സർക്കിളിലാണ് വെർട്ടിസസ്. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി 180 ആയിരിക്കും, ആംഗിൾ എ പ്ലസ് ആംഗിൾ സിയും 180 ആയിരിക്കും. ഇനി ഇഫ് വൺ വെർട്ടെക്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ഡ്രോൺ ത്രൂ ദ other 3 vertices, then the sum of the angles at this vertex and the opposite vertex is less than 180 degree. അതായത് if it is inside the circle then the sum is more than 180 degree. അതായത് ഒരു വെർട്ടെക്സ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 വരും. അതുപോലെ തന്നെ
ഒരു വെർട്ടെക്സ് ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 360 വരണമെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് ലെസ് ദാൻ 180 വരണം. അത് നോക്കേണ്ട കാര്യമില്ല. ആ വെർട്ടെക്സും ഇതിൻ്റെ ഓപ്പോസിറ്റും തമ്മിലുള്ള സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ആയിരിക്കും. ഇഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെൻ്ററി വി ക്യാൻ ഡ്രോ എ സർക്കിൾ ത്രൂ ഓൾ ദി 4 വെർട്ടീസസ്. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെങ്കിൽ അതിൻ്റെ 4 വെർട്ടീസസിലൂടെയും കൂടെ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും. സച്ച് എ ക്വാഡ്രിലാറ്ററൽ ഈസ് നോൺ എസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലാണ് സൈക്കിൾ ക്വാഡ്രിലാറ്ററൽ എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ ഓൾ റെക്റ്റാങ്കിൾസ്. ഏത് റെക്റ്റാങ്കിൾ എടുത്താലും അത് സൈക്ലിക് ആയിരിക്കും. കാരണം റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ 4 ആംഗിൾസ് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി വരും. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ഐസോസെലസ് ട്രപ്പീസിയം. ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 സൈഡ്സ് പാരലലായിരിക്കും. മറ്റ് 2 സൈഡ്സ് പാരലല്ലാത്ത മറ്റ് 2 സൈഡ്സിൻ്റെ ലെന്ത് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ എ ഡിയും ബി സിയും ഈക്വൽ ആയിരിക്കും. ഡി സി ഈസ് പാരലൽ ടു എ ബി. ഇനി നമുക്കറിയാം ഇവിടെ അതുപോലെ ഈ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ ബേസ് ആംഗിൾസ്, അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എ ബിയും ഡി സിയും പാരലാണ്. നമുക്കറിയാം 2 പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഉള്ള കോ ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കുമെന്ന്. അതായത് ആംഗിൾ എയും ആംഗിൾ ഡിയും ഇത് 2 പാരലൽ ലൈൻസാണ്. അതിനെ കട്ട് ചെയ്തിരിക്കുന്ന ട്രാൻസ്വേഴ്സലാണിത്. അപ്പോൾ കോ ഇൻറ്റീരിയർ അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ഡിയും കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് അവയുടെ സം 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1ൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആണ്. അപ്പോൾ ഇവിടെ ആംഗിൾ എക്ക് പകരം നമ്മൾ ആംഗിൾ ബി എന്ന് കൊടുക്കുന്നു. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ.